ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സൈനിസ്റ്റ് ഭീകരർ ഭയക്കുന്ന ഒരേ ഒരാൾ മാത്രമേ ഇന്ന് ലോകത്തുള്ളൂ. അത് ഹൂത്തികളുടെ വക്താവും സൈനിക ബ്രിഗേഡിയർ ജനറലുമായ യഹിയ സാരിയാണ്. 2 വർഷത്തോളമായി രാത്രിയുടെ മുഴുവൻ സമയവും ഉറങ്ങിയ ഒരൊറ്റ ജൂതൻ പോലും ഇസ്രായേലിലില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാ ദിവസവും രാത്രിയുടെ 2-ാം യാമത്തിൽ 3 മണിക്ക് ശേഷം ഇസ്രായേലിലേക്ക് എത്തുന്ന മിസൈലുകളെ ഭയന്ന് ഉറക്കച്ചടവോടെ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ജൂതർ ഓടിക്കൊണ്ടേയിരിക്കുന്നു. യഹിയ സാരിക്ക് ഒരു വേട്ടക്കാരന്റെ കൂർമ്മതയും ഭയമില്ലായ്മയും ആക്രമണ വൈദഗ്ധ്യവുമാണ് ജൂതന്മാരോടുള്ളത്. ഇസ്രായേലിന്റെ തന്ത്രങ്ങളെയോ ഭീഷണിയെയോ ഒന്നും അയാൾ ഒരിക്കലും വകവയ്ക്കാറുമില്ല. അതിനു പകരം ഇസ്രായേലിന് നാശം, അമേരിക്കയ്ക്ക് മരണം എന്നയാൾ സ്ഥിരമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ വാക്കുകളാണ് സൈനിസ്റ്റ് രാജ്യവുമായുള്ള ഹൂത്തികളുടെ യുദ്ധത്തിന്റെ ലോഗോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഈ യഹിയ സാരി ആരാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. 2015 അന്നത്തെ യമന്റെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ മൻസൂർ അൽ ഹാദിയുടെ ഭരണകൂടത്തിനെതിരായി ഹൂത്തികൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷമാണ് അവരുടെ സായുധ സേനയിലേക്ക് യഹിയ സാരി വന്നു ചേരുന്നത്. രാജ്യത്തെ അഴിമതി, ഏകാധിപത്യം, വികസന മുരടിപ്പ് തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഭിന്നത മൂലമാണ് ഹൂത്തികൾ സർക്കാരിന്റെ വിമത വിഭാഗമായി മാറുന്നതും തുടർന്നുണ്ടായ യുദ്ധത്തിൽ തലസ്ഥാനമായ സന പിടിച്ചെടുക്കുന്നതും. ഇന്ന് യമന്റെ പഴയ തലസ്ഥാനമായിരുന്ന സന ഹൂത്തികളുടെ കൈവശമാണ്. അവരവിടെ സ്വയംഭരണമാണ് നടത്തുന്നത്. അതിനു പകരമായി യമൻ സർക്കാർ ഏതനാണ് തലസ്ഥാനമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ സർക്കാരുമായിട്ടുള്ള യുദ്ധത്തിൽ യഹിയയുടെ സൈനിക വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞതോടെ 2017 അദ്ദേഹം കേണൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും മോറൽ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിലെ സൈക്കോളജിക്കൽ വാർഫെയർ ഡിവിഷന്റെ മേധാവിയായി നിയമിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് 2018 ബ്രിഗേഡിയർ ജനറൽ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ സൈനിക വക്താവായും ഈ യഹിയ സാരിയെ തിരഞ്ഞെടുത്തു. സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ പ്രദേശമായ സനയാണ് ഈ യഹിയയുടെ ജന്മദേശം. പൊളിറ്റിക്കൽ സയൻസിൽ ഇദ്ദേഹം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയിട്ടുണ്ട്. കൂടാതെ സൈനിക ശാസ്ത്രത്തിൽ യുദ്ധം, സുരക്ഷാ, ഭരണനിർവഹണം തുടങ്ങിയ പ്രത്യേക കോഴ്സുകളും പാസ്സായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. വിദ്യാഭ്യാസമുള്ള ആളാണ്. യഹിയ സാരിയെ സംബന്ധിച്ച് അയാൾ പലതവണ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ്. ഇയാളുടെ തലയ്ക്ക് $5 മില്യൺ സൗദി അറേബ്യ വിലയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അയാളെ പിടികൂടാൻ കഴിയാത്തത് ഗസയിലോ ഇറാനിലോ ഉള്ളതുപോലെ ഹൂത്തികൾക്കിടയിൽ ഒറ്റുകാർ അല്ലെങ്കിൽ ചാരന്മാരില്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് പരസ്പരം മുടിഞ്ഞ ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒറ്റിക്കൊടുത്തിട്ട് ആ കാശ് മേടിച്ച് തിന്നാം എന്ന് കരുതുന്നില്ല. ഇത് ഗസയിലും ഇറാനിലും ഒക്കെ നടക്കുന്നുണ്ട്. സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ സ്വന്തം ജനങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന വൃത്തികെട്ടവന്മാർ ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. എന്നാൽ ഇവന്മാരുടെയും കൂടെ തലയിൽ ബോംബിടാൻ വേണ്ടിയാണ് ഈ കാശ് കൊടുത്ത് ഒരു വിലക്കെടുക്കുന്നത് ചിന്തിക്കാനുള്ള ബോധമൊന്നുമില്ല. ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ സീസ് ആൾക്കാർ. ശത്രു രാജ്യങ്ങൾക്ക് സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാരെ ഒറ്റിക്കൊടുക്കുക, എന്നിട്ട് ശത്രുക്കൾ വന്ന് ബോംബിടുമ്പം ഇവൻ ഈ കാശ് തിന്നാൻ പോലും യോഗമില്ലാതെ അവനും കൂടി ചത്തുപോവുകയാണ് കൂട്ടത്തിൽ. ചാരന്മാരെ സംബന്ധിച്ച് അവർ അന്നേരത്തെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് അവർ അന്വേഷിക്കാറില്ല. എന്നാൽ ഹൂത്തികളെ സംബന്ധിച്ച് അവരങ്ങനെയല്ല. അവരൊരിക്കലും അവരുടെ നേതാക്കളെയോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തെയോ ഒന്നും ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഈ തുറമുഖങ്ങളും അതല്ലെങ്കിൽ അവരുടെ വൈദ്യുത നിലയവും അതല്ലെങ്കിൽ എയർപോർട്ടും ഒക്കെ ബോംബിട്ട് തകർത്തിട്ട് പോലും ഒരു ഒറ്റ ഹൂത്തിയെ പോലും കൊല്ലാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്ക് ഇതുവരെ കഴിയാതിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണവും തുടർന്ന് അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേലും ഹമാസുമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്തെങ്കിലും 2024 മെയിലാണ് യഹിയ സാരി സനയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന ഏത് കപ്പലിനെയും മെഡിറ്ററേനിയൻ കടലിൽ എവിടെ വെച്ചും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുന്നത്. അതിനുശേഷം ഇന്നേ വരെ ഹൂത്തികൾ സ്ഥിരമായി ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പലതവണ യമനെ, അതായത് ഹൂത്തികളുടെ ഏരിയയെ ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൂടി ആക്രമിച്ചിട്ടും ഈ ഹൂത്തികൾക്ക് യാതൊരുവിധ തളർച്ചയോ അല്ലെങ്കിൽ അവരുടെ ആക്രമണ വീര്യത്തെ തളർത്താനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. വേറെ എവിടെയായാലും ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്ര വലിയ ആക്രമണം നടത്തിയിട്ട് അവർ തളർന്നു പോകേണ്ടതാണ്. പക്ഷേ ഒരു കാരണവശാലും ഹൂത്തികൾക്ക് അങ്ങനെ ഒരു സംഭവമില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ഹൂത്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന പോലെ ഉള്ള ഒരു പരിപാടിയാണത്. ഹൂത്തി പ്രസ്ഥാനത്തിന്റെ നിലവിലെ തലവൻ അബ്ദുൽ മാലിക് അൽ ഹൂത്തിയാണ്. ഇതൊരു മതരാഷ്ട്രീയ സൈനിക പ്രസ്ഥാനമാണ്. ഈ അൽ ഹൂത്തി എന്ന് പറയുന്നത് യമന്റെ വടക്കൻ പ്രദേശത്തുള്ള ഒരു
കുടുംബമാണ് എന്നുള്ളതാണ് ഏറ്റവും രസം. ഈ ഹൂത്തികളെല്ലാം ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ ഷിയാക്കളിൽ തന്നെ സെയ്ദി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ഹൂത്തി കുടുംബം എന്ന് പറയുന്നത്. അതായത് വലിയ തങ്ങന്മാര് മൂലിയാക്കന്മാരെന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു കുടുംബമാണ് ഈ ഹൂത്തികളുടേത്. നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം ലീഗിൽ ഈ പാണക്കാട് കുടുംബത്തിന്റെ സ്വാധീനം പോലെ തന്നെ യമന്റെ വടക്കൻ പ്രദേശത്തെ ഷിയാക്കൾക്കിടയിൽ ആത്മീയമായും കുടുംബപരമായും ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ ഹൂത്തികളുടേത്. ഇവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് ഒരു ഹൂത്തി പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ ഷിയാക്കൾ സുന്നികളെക്കാൾ വിശ്വാസത്തിൻ്റെതായ കർശന നിലപാടുകൾ പുലർത്തുന്നവരും ഒരുമയുള്ളവരും ആയതിനാലാണ് ഈ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ അതല്ലെങ്കിൽ അവരെ തമ്മിൽ അടിച്ചു പിരിക്കാനോ ഒന്നും ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇതുവരെ കഴിയാത്തത്. അതുതന്നെയാണ് ഈ ഹൂത്തികളുടെ വിജയത്തിന്റെ രഹസ്യവും എന്ന് വേണം പറയാൻ. അവരെ സംബന്ധിച്ച് കാശോ മറ്റു പ്രലോഭനങ്ങളോ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാലൊന്നും അവരുടെ ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറാവാത്തവരാണ്. തന്നെയല്ല, അവർക്കൊന്നും അങ്ങനെ ഒരു നിലപാടെടുത്തോടെ ജീവിക്കാനും കഴിയില്ല കേട്ടോ. ഈ കാശൊക്കെ മേടിച്ച് എവിടെ പോയി ജീവിക്കാനാണ്? അവരെ ഒറ്റിക്കൊടുത്തിട്ട് യമനെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ നേരെ പിന്നെ മണ്ണിനടിയിലേക്കായിരിക്കും വിടുന്നത്. എല്ലാവരുടെ കയ്യിൽ തോക്കുണ്ടല്ലോ, അതുകൊണ്ട് വെച്ച് കീച്ചിക്കളയും. എന്നാൽ യഹിയ സരിയെ സംബന്ധിച്ച് ഹൂത്തി കുടുംബത്തിന്റെ വിശ്വാസവും പിന്തുണയുമാണ് അയാൾക്ക് ഈ സൈനിക നേതൃത്വത്തിന്റെ പിൻബലമാകുന്നത് എന്ന് നമ്മൾ അറിയണം. അത് അയാളെ കൂടുതൽ കരുത്തലാക്കുകയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ യഹിയയുടെ കുടുംബ പശ്ചാത്തലമൊന്നും ഹൂത്തികൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അയാളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അയാൾ കല്യാണം കഴിച്ചതാണോ, മക്കളുണ്ടോ, അതല്ലെങ്കിൽ അയാളുടെ മറ്റു കുടുംബാംഗങ്ങൾ ആരൊക്കെയാണ്, ഇതൊന്നും ആർക്കും കൃത്യമായിട്ട് ഒരു വിവരം ഉണ്ടായിട്ടില്ല. 1970 യഹിയ സരി ജനിച്ചിട്ടുള്ളത് എന്നറിയാം. അതിനുശേഷം അയാളുടെ ഔദ്യോഗിക ജീവിത രീതികളല്ലാതെ മറ്റ് കുടുംബപരമായ കാര്യങ്ങളൊന്നും ഇവർ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ പുറത്തുവിടുന്നത് അയാളെ അപകടത്തിലാക്കും എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത്. അപരിചിതർക്കോ വിദേശികൾക്കോ ഒന്നും പെട്ടെന്ന് ഈ ഹൂത്തികളുടെ ഇടയിലേക്ക് കടന്ന് ചെല്ലാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഹൂത്തികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ആരെങ്കിലും കണ്ടുമുട്ടണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കർശനമായ നിയന്ത്രണവും ഈ കടന്നു ചെല്ലുന്നവരുടെ മേലുണ്ടാവുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ അവർ സംശയിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരിക്കലും പുറത്തു കടക്കാൻ ആവില്ല എന്നുള്ളതാണ്. അത്ര കെട്ടുറപ്പുള്ള ഒരു നെറ്റ്വർക്കാണ് ഈ ഹൂത്തി സംഘത്തിന്റെ. അമേരിക്കയും ഇസ്രയേലും ഒക്കെ പലതവണ ശ്രമിച്ചിട്ടും അവരുടെ വിവരങ്ങൾ ചോർത്താനോ അതല്ലെങ്കിൽ അവരുടെ നേതാക്കളെ കണ്ടെത്താനോ കഴിയാത്തത് ഈ നെറ്റ്വർക്ക് കാരണമാണ്. ഇറാനാണ് ഈ ഹൂത്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആയുധ സൈനിക പരിശീലനങ്ങളും മിസൈൽ നിർമ്മാണ ടെക്നോളജികളും അതിൻ്റെ മെറ്റീരിയലുകളും എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇറാനാണ്. അങ്ങനെയാണ് ഇവർ തന്നെ ഈ മിസൈലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ മിസൈലിൻ്റെ പവറോ അതല്ലെങ്കിൽ അതിൻ്റെ ആക്രമണ ശേഷിയോ ഒന്നും ഇസ്രായേലിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. അമേരിക്കയും ഇസ്രായേലും പലതവണ ആക്രമിച്ചിട്ടും ഇവരുടെ ആയുധ ശേഖരങ്ങളോ ആയുധ നിർമ്മാണ ഫാക്ടറികളോ എവിടെയാണെന്നറിയാനോ അത് തകർക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ അമേരിക്കയുടെ സാറ്റലൈറ്റുകൾക്ക് ഭൂമിയിലൂടെ ഇഴഞ്ഞു പോകുന്ന ഉറുമ്പിന്റെ നീക്കം വരെ കണ്ടെത്താൻ കഴിയും. പക്ഷെ ഹൂത്തികളുടെ നീക്കം ഇതുവരെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രസം. അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ വരുന്നത്, അതല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, എവിടെയാണ് അവരുടെ ആയുധ ഫാക്ടറി, ഈ കാര്യങ്ങളൊന്നും അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവരുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്? ഇറാന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇറാനുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടേണ്ടി വന്നത്. അപ്പോൾ ഒരു പരിധി വരെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഈ സാറ്റലൈറ്റ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ കണ്ണി പൊടിയിടാനും മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും പാവപ്പെട്ട അത്തപ്പാടി രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ശരിക്കും കരുതിയിരിക്കുന്നവരുടെ ഒരു രഹസ്യവും ഈ അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഹൂത്തികൾ എല്ലാ വർഷവും വൻതോതിലുള്ള അവരുടെ ആയുധ സൈനിക പ്രദർശനങ്ങൾ നടത്താറുണ്ട്. യമൻ സൈന്യത്തിനുള്ളതിനേക്കാൾ വിപുലമായ മാരക ആക്രമണ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അവർ ഈ പ്രദർശനങ്ങൾ നടത്തുന്നത്. എന്നാൽ ഈ മിസൈലൊക്കെ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചാര ഉപഗ്രഹം കണ്ടുപിടിക്കുന്നില്ലല്ലോ. ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നത് എന്ന് വേണം പറയാൻ. മാർച്ചിന് ശേഷം 87 മിസൈലുകളാണ് ഹൂത്തികൾ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഹൂത്തികൾ അതിനേക്കാൾ എണ്ണം കൂടുതലാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞാണ് 87 എണ്ണം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത്. അവയിൽ മിക്കതും തടഞ്ഞുവെങ്കിലും 30% ഇസ്രായേലിൽ വീണ് അവിടെ മാരകമായ നാശം വിതച്ചിട്ടുണ്ട് എന്നും ഇസ്രായേലിന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ 30% എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 10, 20, 30 മിസൈലായി കഴിഞ്ഞു. 10-30 മിസൈൽ വീണാനുള്ള സ്ഥലമേ ഉള്ളൂ ഇസ്രായേലിൽ. അതുകൊണ്ടാണ് ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് ഇറാന്റെ മിസൈലുകൾക്ക് പുറമെയാണ്.
ഇത് അഡീഷണൽ ആയിട്ട് ചുമ്മാ കിട്ടുന്ന സാധനമാണ്, ഡെയിലി കിട്ടുന്ന ഒരു ബോണസാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവന്മാരുടെ അടി കൊണ്ട് ശരിക്കും ചതഞ്ഞ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ മസിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ കണ്ടോ ഭയങ്കര ആരോഗ്യം കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുക. ചുമ്മാതാ എല്ലാം തകർത്തിട്ടിരിക്കുകയാണത്. ഇത് പബ്ലിക്കിനെ കാണിക്കാൻ വേണ്ടി അവർ പെട്ടെന്ന് തന്നെ അവിടെ തട്ടിക്കൂട്ടി എല്ലാം സംഗതി സെറ്റാക്കി വെക്കും. പക്ഷേ ഉള്ളിൽ പ്രവർത്തനം വളരെ കുറവാണ്. ഇതാണ് ഇസ്രായേൽ ചില ആൾക്കാർ ഇത് അവിടെ പോയി ഞങ്ങൾ അവരുടെ തലസ്ഥാനത്ത് പോയിട്ട് ഇവിടെയെങ്കിലും ഒരു കെട്ടിടവും തകർന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത്. ഇവരങ്ങോട്ട് ചെന്നാൽ പറഞ്ഞാൽ കയറ്റി വിടുക ആക്രമണം നടന്ന സ്ഥലത്തോട്ട്. എന്നാ കണ്ടോ നിങ്ങൾ മലയാളികൾ ഞങ്ങളുടെ പ്രത്യേക ഗസ്റ്റാണ്, അന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കയറ്റി വിട്ട് കാണിച്ചു വിടുക. ഇവരിങ്ങനെ ദൂരം ഉറക്കി നിൽക്കും അങ്ങേ അറ്റത്ത്. മലയാളികൾ ഒടുക്കത്തെ പേടിയാണല്ലോ എല്ലാത്തിനും. അങ്ങ് ദൂരെ നോക്കി നമുക്ക് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയാൽ അറിയാം, അവരുടെ ഒന്നും ഒരു കാര്യങ്ങളും നമുക്കാർക്ക് ഇടപെടാൻ കഴിയില്ല. അവർ അടുപ്പിക്കല്ല, വിദേശിയെ കണ്ട തല്ലി ഓടിക്കും. അത് ഇക്കാമ തന്നെ കയ്യിലോട്ട് മേടിക്കും, ഇങ്ങനെ അന്നാക്കാൻ പറയും. നീ എന്തിനാണോ വന്നത് എന്ന് ചോദിക്കും. തീപിടുത്തം ഉണ്ടാകുന്നിടത്ത് പോയി നിന്ന് നോക്ക്, വിവരം പറയും. ഈ സൗദി അറേബ്യയിലൊക്കെ അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങൾ, അതിലൊന്നും വിദേശികൾ ഇടപെടേണ്ട എന്നൊരു നിലപാടാണ് ഈ രാഷ്ട്രങ്ങളെല്ലാം ചെയ്തത്. നമുക്ക് പിന്നെ ബോധമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓടി അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ഈ യൂട്യൂബർമാരൊക്കെ, ഇസ്രായേലിലൊക്കെ ഉള്ള യൂട്യൂബർമാർ ഒരു മൊബൈലായിട്ട് നടന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി. എവിടെ എടുക്കാൻ? ഏതെങ്കിലും നല്ല കുഴപ്പമില്ലാത്തടത്ത് പോയി എടുക്കാമെന്നല്ലാതെ ഈ ആക്രമണം നടന്ന ഒരിടത്തും ഇസ്രായേലുകൾക്ക് പ്രവേശനമില്ല. പിന്നെ ഈ വിവരം കിട്ട മലയാളികളെ അങ്ങോട്ട് കയറ്റാൻ പോകുന്നു. ചുമ്മാതെ കള്ളം. ഈ ഹൂത്തികൾ അയക്കുന്ന ഓരോ മിസൈലുകളും ഇസ്രായേലിൻ്റെ തുറമുഖങ്ങളും അതുപോലെ തന്നെ അവരുടെ എയർപോർട്ടുകളുമാണ് നാശം വരുത്തുന്നത്. ഇവിടെ എല്ലാം തകർത്തിരിക്കുകയാണ്. ശരിക്കും പുറമേ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കെട്ടിടത്തിനൊന്നും ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് പെട്ടെന്ന് തന്നെ അവർ തട്ടിക്കൂട്ടി വെക്കും. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ലല്ലോ. ഒരു രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ഏറ്റവും നല്ലത് വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും ആക്രമിക്കുന്നതാണ് നല്ലത് എന്നാണ് യഹിയ സാരിയുടെ അഭിപ്രായം തന്നെ. നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് പ്രയോജനം ചെയ്യില്ല എന്നും അത് നെതന്യാഹുവിന്റെ സർക്കാരിന് പിന്തുണ വർദ്ധിക്കാൻ കാരണമാകുമെന്നും യഹിയ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഈ എയർപോർട്ടും തുറമുഖവും മാത്രം ലക്ഷ്യമാക്കി ആക്രമണങ്ങൾ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീൻ ജനതയോടുള്ള നീതിയുടെ കാര്യത്തിൽ ലോകം നോക്കി നിൽക്കുമ്പോൾ ഞങ്ങൾ സൈനികമായി ഇടപെടുകയും അവർക്ക് നീതി ലഭിക്കുന്നത് വരെ ഇസ്രായേലിനെതിരെ പോരാടുകയും ചെയ്യുമെന്ന് യഹിയ സാരി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലുമൊക്കെ ഉള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂത്തികളുടെ ആക്രമണങ്ങൾ തടയാൻ കഴിയാത്ത ട്രംപ് അവരുമായി ഒരു വെടിനിർത്തലിന് തയ്യാറായി സ്വയം പിൻവലിഞ്ഞതിന് ശേഷം ഇസ്രായേലുമായി ഒരു വെടിനിർത്തലിന് ഹൂത്തികളെ പലതവണ പ്രേരിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾക്കതിന് കഴിഞ്ഞിട്ടില്ല. ഹൂത്തികളുടെ മേലുള്ള ഉപരോധം പിൻവലിക്കാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ അധികം പണം ഞങ്ങൾ തരാം, അതുപോലെ നിങ്ങളുടെ നേതാക്കൾക്ക് ഞങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാം, ഇങ്ങനെ പല ഓഫറുകളും ട്രംപ് ഹൂത്തികളുടെ മുന്നിൽ വെച്ചിട്ടും ഇസ്രായേലുമായി യാതൊരുവിധ കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാടാണ് ഹൂത്തികളുടേത്. അവർ ഗസയിലെ ആക്രമണം എന്ന് അവസാനിപ്പിക്കുന്നുവോ അതുവരെ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കുന്നത്. തന്നെയുമല്ല അമേരിക്കയുമായി വെടിനിർത്തലിന്റെ ഒരു പ്രധാന കരാർ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഞങ്ങൾ തുടരും എന്നൊരു വ്യവസ്ഥയോടെയാണ്. എന്നാൽ സ്വന്തം രക്ഷ നോക്കിക്കൊണ്ട് ട്രംപിന് ആ എഗ്രിമെന്റിന് തയ്യാറാവേണ്ടി വന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ കാര്യം നോക്കിക്കോളാം, നമ്മൾ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് ചെങ്കടലിൽ എടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നെതന്യാഹു ഹമാസുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു വെടിനിർത്തലിന് തയ്യാറാകുന്നത് തന്നെ ഹൂത്തികളുടെ നിരന്തരമായ മിസൈൽ ആക്രമണം കാരണം നിൽക്കക്കള്ളിയില്ലാതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേൽ ഗസയിൽ എത്ര ബോംബിടുന്നുവോ അതേ എണ്ണം മിസൈലുകളാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ദിവസവും അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ വിമാനത്താവളങ്ങളും പോർട്ടുകളും മാത്രം ഈ മിസൈലുകൾ ലക്ഷ്യം വെക്കുന്നത് കൊണ്ട് മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ ഇസ്രായേലിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നത് ഇസ്രായേലിനെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. നെതന്യാഹുവിനെ ഭയങ്കരമായി നിരാശപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തേക്ക് ഒരു സാധനം വരാനോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനോ ഒന്നും കഴിയാത്തത് ഈ പോർട്ടും വിമാനത്താവളം ആക്രമിക്കുന്നത് കൊണ്ടാണ്. എല്ലാം കരമാർഗം ജോർദാൻ വഴി കൊണ്ടുവരേണ്ടി വരികയാണ്. ഇതവർക്ക് ചെലവ് കൂടും, ഇസ്രായേലിൽ വിലവർധനം ഉണ്ടാവും. അങ്ങനെ ഇസ്രായേലിൽ അങ്ങനെ ഒരുപാട് പ്രശ്നം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതൊരു യുദ്ധം നേരിടുന്ന എല്ലാ രാജ്യത്തും ഉണ്ടാകുന്നതാണ്. വിലക്കയറ്റം, ജനങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല, ജനങ്ങളെ പട്ടിണിയാവും. അത് ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിതെല്ലാം വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവന്മാരാണല്ലോ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹമാസുമായി ഒരു വെടിനിർത്തലിന് ഈ നെതന്യാഹു മുമ്പോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഹമാസ് അതിന് തയ്യാറാവുന്നില്ല. എന്നാൽ ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ തൽക്കാലത്തേക്ക് വെടിനിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം കുറച്ചൊക്കെ എത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്ഥിരമായി ഗസയെ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 29 പേരെയാണ് ഒറ്റ ആക്രമണത്തിൽ അവന്മാർ തട്ടിയത്. അതിന് പകരമായിട്ട് 2 മിസൈൽ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഇവർ തകർത്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് വരും കണക്ക്.
ഈ നാശം വരുമ്പോൾ കുറേ നാൾ കഴിയുമ്പം പറയും അത് ഇന്ന മിസൈലുകൾ ഞങ്ങളുടെ ഇവിടെ നാശം വരുത്തിയിട്ടുണ്ട് എന്നുമാർ പറയും. ഇപ്പം പറയും ഞങ്ങളെല്ലാം തകർത്തിട്ടുണ്ട് എന്ന് പറയും. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, മിസൈലെ കൊണ്ട് സ്ഥിരമായി എത്തുന്നുണ്ടല്ലോ, അതേതായാലും നല്ല കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.